ഹലോ ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഹോസ്പിറ്റലിൽ പപ്പിമോൾക്ക് ബ്ലഡ് കൊടുത്തിരിക്കുകയാണ്. ഡോക്ടർ വന്ന് പറയുന്നുണ്ട് പപ്പിമോൾക്ക് ബ്ലഡ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പപ്പിമോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും സത്യമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ആരായി ബ്ലഡ് കൊടുത്തതെന്നറിയാനുള്ള കാര്യങ്ങളൊക്കെ സത്യാമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ആരാണെങ്കിലും നമുക്ക് ബ്ലഡ് കൊടുത്തയാളെ വെറുതെ വിടല്ല, അവർക്ക് അതിൻ്റേതായ സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആ ആളുണ്ടാകൊണ്ടല്ലേ നമ്മുടെ മോളിപ്പം പുതിയ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ആ ആളെ കണ്ടുപിടിച്ച് നമുക്ക് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ സത്യാമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പറയുന്നുണ്ട് ഈ ബ്ലഡ് കൊടുത്ത ആൾ ആരാ, നമ്മുടെ ഒരു നന്ദി പോലും കേൾക്കാൻ നിൽക്കാതെ അവർ പോയല്ലോ എന്നൊക്കെ പറയാണ്. അതിനു മുന്നെയായിട്ട് പപ്പിമോൾ രക്ഷപ്പെട്ടെന്ന് അറിയുമ്പോഴത്തേക്കും ഡോക്ടറുടെ മുന്നിൽ സത്യാമ്മ കൈ കൂപ്പിയൊക്കെ നിന്നിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടറാണ് പറയുന്നത്, ഈ എന്നോടല്ല നന്ദി പറയേണ്ടത്, തക്ക സമയത്ത് വന്ന് മോൾക്ക് ബ്ലഡ് കൊടുത്ത ആളോടാണെന്ന് പറയുമ്പോഴത്തേനാണ് സത്യാമ്മ ഈ ബ്ലഡ് കൊടുത്ത ആളെക്കുറിച്ച് അങ്ങ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് വിഷ്ണുവിനോട് പറയാം, എടാ വിഷ്ണു, ആ ബ്ലഡ് കൊടുത്ത ആളെ നമ്മൾ എങ്ങനെയാലും കണ്ടുപിടിക്കണം, നമുക്ക് അവർക്ക് പാരിതോഷികം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം തന്നെ എന്നിട്ട് പറയാം, അവർ നമ്മുടെ നന്ദി വാക്ക് പോലും കേൾക്കാതെ നമ്മളോടൊന്ന് സംസാരിക്കാൻ പോയല്ലോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ശ്യാമ പറയാണ് അത് മറ്റാരും അല്ല എന്ന് പറഞ്ഞ് ശാലിനി അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ശാലിനിയെ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുമ്പോഴേക്കും ശാലിനി പറയാണ് ശ്യാമയെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് വേണ്ടെന്ന്. അപ്പോൾ ശ്യാമ അത് പറയാതെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ഈ ശാലിനി ബ്ലഡ് കൊടുത്ത ആൾ സത്യാമ്മ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത് ശാലിനി സൈഡിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ശാലിനി സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അവിടെ അകത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് പുറത്തോട്ട് തള്ളുവാണ്. അപ്പോഴേക്കും അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോഴേക്കും ശാലിനി അത് ഇവരുടെയൊക്കെ ഫ്രണ്ടിലേക്ക് അങ്ങ് വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ ശാലിനിയെ കാണുമ്പോഴേക്കും ഇത്രോ നേരം ബ്ലഡ് കൊടുത്തയാളെ പൊക്കി പറഞ്ഞ സന്തോഷത്തോടെ വന്ന് സത്യാമ്മയുടെ മുഖം അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇവൾ ഒറ്റ എഴുത്ത് കാരണം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വന്നത്, ഇവൾ മനഃപൂർവ്വം ഇനി വണ്ടി കൊണ്ട് ഇടിപ്പിച്ചാണോ എന്നറിയത്തില്ല, ഇവളുടെ മോള് സത്യയും ഇവളെ കണ്ടതിന് ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ എന്നും ഹോസ്പിറ്റലിൽ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ ശ്യാമയുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടായി, ഇവളെ വീണ്ടും കണ്ടുമുട്ടിയ അന്ന് തൊട്ടാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് ദേഷ്യപ്പെടുന്ന എന്തോ ശാലിനിക്ക് പറ്റത്തില്ലാത്ത രീതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന രീതിയിലാണ് സത്യം സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് മനഃപൂർവ്വം വണ്ടി കൊണ്ടിടിപ്പിക്കാൻ പോയതായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ശാലിനിയാണെങ്കിൽ കരഞ്ഞ പോലെ അവിടെ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, നീ ഇനി ഈ ഞങ്ങളുടെ കൺമുന്നിൽ വന്നാൽ ഞങ്ങൾക്ക് സമാധാനം കാണത്തില്ല, അതുകൊണ്ട് നീ ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോകണമെന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് അല്ലെങ്കിൽ നീ ഇനി പോകാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ പൊക്കോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുകയാണ് അങ്ങനെ മറ്റാരും പോകണ്ട, സത്യാമ്മയ്ക്ക് സന്തോഷമാക്കി ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പറയുന്നത് നീ ഇവിടുന്ന് ഞങ്ങളുടെ കൺമുന്നിൽ വരാതിരിക്കുന്ന അത്ര നാൾ ഞങ്ങൾക്ക് സന്തോഷം കാണത്തുള്ളൂ, അതുകൊണ്ട് നീ ഇവിടുന്ന് പോയേ പോകുന്നതായിരിക്കും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശാലിനി ഇങ്ങനെ പറയുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ശാലിനി അവിടെ പോകുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പോകാൻ പോവാണ്. അപ്പോഴേക്കും വിഷ്ണു പറയുകയാണ് എന്താ ശാലിനി, അമ്മ ചുമ്മാ ആ ഒരു സമയത്ത് പറഞ്ഞാൽ അത് വിട്ടേക്കെന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും വിഷ്ണുവേട്ട ഞാൻ പോവാന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് നേരെ അങ്ങ് പോവാണ്. ശാലിനി പോകുന്ന സമയത്ത് വിഷ്ണു പറയാം എന്താ അമ്മ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയുടെ പുറകെ പോകുന്നുണ്ട്. പക്ഷേ ആ പോകുന്ന സമയത്ത് ശാലിനി ചെല്ലുമ്പോഴത്തേക്കും തന്നെ രാമേട്ടൻ വണ്ടി എടുത്ത് ശാലിനി അങ്ങ് പോവാണ്. അപ്പോഴേക്കും വിഷ്ണുവിനാണെങ്കിൽ പിന്നീട് ശാലിനിയെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ശാലിനിയാണെങ്കിൽ പോകുന്ന വഴിക്ക് ഈ സത്യാമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാണ് വണ്ടിയെ പോകുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുസ്മിതയുടെ വീടാണ്. സുസ്മിതയാണ് ജഗദീപിൻ്റെ അടുത്ത് പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കാണാൻ വന്ന ഫ്രണ്ടിന് മാംഗോ ജ്യൂസിൽ വോൾക്ക കലക്കി കൊടുത്തെന്നുള്ള സംഭവം സുസ്മിത അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത്, എന്താണ് നിൻ്റെ പ്ലാൻ, വേറെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരങ്ങളാണ് സുസ്മിത ജഗദീപിനോട് ചോദിക്കുന്നത്. എന്നിട്ട് ജഗദീപ് പറയുകയാണ് സുസ്മിത അല്ലേ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ നാരങ്ങ ഇല്ലായിരുന്നു, അതിന് പകരമായിട്ടാണ് ഞാൻ മാംഗോ ജ്യൂസ് കൊടുത്തത്, അതിനിപ്പോൾ എന്താ തെറ്റായതെന്നൊക്കെ ചോദിച്ച് അവർ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആ നേഴ്സിനെയാണ്. നേഴ്സ് സുസ്മിതയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാൻ വന്ന കാര്യം ഇനി സുസ്മിതയോട് നേരിട്ട് പറയാണ്. സുസ്മിതയോട് നേരിട്ട് പറയുന്ന കാര്യം കേൾക്കുമ്പോഴത്തേനാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന കാര്യം. അങ്ങനെ സുസ്മിതയും ഫ്രണ്ടും കൂടെ ആ നേഴ്സ് ഫ്രണ്ടും കൂടെ നിന്ന് റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും പറയാണ് മേഡത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാലിനിയുടെയും ശ്യാമയുടെയും ജീവിതം ഒരുപോലെ ഇല്ലാതാകുന്ന, ഒരുപോലെ തന്നെ വിഷ്ണു, രോഹിത്, സത്യഭാമ ഇവരുടെ എല്ലാവരുടെയും ജീവിതം മൊത്തത്തിൽ ആടി ഉലയുന്ന ഒരു കാര്യമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ സുസ്മിത ഇത് കേൾക്കാനായിട്ട് വലിയ തയ്യാറൊന്നും ആകുന്നില്ല. ഇത്രയും വലിയ സംഭവമൊന്നും സുസ്മിത അറിയുന്നില്ല, അതുകൊണ്ട് വലിയതായിട്ട് എമൗണ്ട് ഒന്നും പറയുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഈ സിസ്റ്റർ വന്നിട്ട് പറയാം എനിക്ക് 10 ലക്ഷം രൂപ തന്നെങ്കിൽ ഞാൻ പറയുമെന്ന് പറയുമ്പോഴേക്കും ഓക്കെ സുസ്മിത സമ്മതിക്കുകയാണ്. ഇത്രയും പേരുടെ ലൈഫിന് ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ ഞാനത് കേൾക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ ഇത്രയും രൂപയും കൊടുക്കാമെന്നൊരു പറയുകയാണ്. അപ്പോഴേക്കും സോൾഡ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഈ സുസ്മിത സമ്മതിക്കുകയാണ്. ഓക്കെ പൈസ തരാം, നീ പറഞ്ഞോളാൻ പറയാണ്. അപ്പോഴേക്കും പറയുവാണ് ശാലിനി പ്രസവിച്ച ഇരട്ട കുട്ടികളാണ്
സത്യയും പപ്പിയും ശാലിനിയുടെ മോളും പപ്പിയുടെ മോളും ശാലിനി പ്രസവിച്ച കുഞ്ഞാണെന്ന് പറയുമ്പോഴത്തേക്കിനും വിഷ്ണുവിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സുസ്മിത തന്നെ ഞെട്ടിത്തരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഇത് എപ്പോൾ നടന്നെന്നുള്ള രീതിയിൽ, ഇരട്ട കുട്ടികളോ എന്നുള്ള രീതിയിൽ സുസ്മിത ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയാണ് സത്യ ശാലിനിയുടെ കൂട്ടത്തിലും പപ്പിയെ ശ്യാമയ്ക്ക് കൊടുത്ത് ശ്യാമയുടെ കൂട്ടത്തിലും നിർത്തിയിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അപ്പോഴേക്കും സുസ്മിത പറയണം, ഇത് എനിക്ക് കിട്ടിയ തുറപ്പിച്ചിട്ടാണ്, ഇതുകൊണ്ട് ഞാൻ കുറേ കളി കളിക്കുമെന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ സുസ്മിതയുടെ ഇനി ഇങ്ങനെയുള്ള കളികളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. ഒന്നുമില്ലെങ്കിലും സുസ്മിത വഴിയെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയട്ടെ. അല്ല ഈ കഥ എവിടെ പോയി ചെന്ന് തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു പ്രൊമോയിൽ കാണാം. അതുവരേക്കും ബൈ.